നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ചന്ദ്രകൃത നിര്യാണ ഫലങ്ങളാണ് പറയുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനപ്പെടുത്തി അഥവാ ഓരോ കൂറുകാരുടെയും ഓരോ കാലഘട്ടങ്ങളിലുമുള്ള ദോഷകാര്യങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമഘട്ടങ്ങൾ, ആയുസ്സിന്റെ രോഗത്തിന്റെ എല്ലാ സാധ്യതകളും, ജാതകാഭരണം, ഭൃഗുസംഹിത എന്ന് രണ്ട് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ ഭൃഗുസംഹിതയും ജാതകാഭരണവും പറയുന്ന ഇത്തരത്തിലുള്ള ഫലങ്ങളിലേക്ക് കടക്കാം. കുംഭക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചവർക്കായി ഭൃഗു മഹർഷിയും ഡുണ്ടു രേഖപ്പെടുത്തിയിട്ടുള്ള ചന്ദ്ര നിര്യാണ ഫലങ്ങളെ നമുക്ക് വ്യത്യസ്തമായി പരിചയപ്പെടാം. രണ്ട് ഗ്രന്ഥങ്ങളിലെയും ശ്ലോകങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും ഫലങ്ങൾ ഒന്ന് തന്നെയാണ്. രണ്ടും പ്രത്യേകം ഒന്ന് നോക്കാം. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന അനുഭവങ്ങൾ, വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, ആയുസ്സിന്റെ സൂചനകൾ, ഇവയെല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഭൃഗുസംഹിത പറയുന്ന ചന്ദ്ര നിര്യാണ ഫലത്തിലേക്ക് കടക്കാം. ഭാര്യാഹരതേ ധനമൈശ്വര്യം ച എന്നാണ് ആദ്യം പറയുന്നത്. അതായത് ഭാര്യ ധനത്തെ കവർന്നു കൊണ്ടുപോകും, അത് ഐശ്വര്യത്തെയും സമ്പത്തിനെയും പ്രതാപത്തെയും ഒക്കെ ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ അനാവശ്യ ധൂർത്തും മറ്റുമായിട്ട് പണം ചെലവാക്കുന്ന അവസ്ഥയിലേക്ക് പോകാം എന്നും പറയുന്നു. ഇത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാം. പ്രഥമബ്ദേ അംഗേ പീഡനം, പഞ്ചമേ വഹ്നി ഭീതിശ്ച, വിദ്യാ തസ്യ ഭവേത് തദാ, ദ്വാദശേ ച പുനർവഹ്നിഭയം യാതി ന സംശയഃ. പ്രഥമേ അബ്ദേ എന്നാൽ ഒന്നാം വയസ്സിൽ, അംഗപീഡനം എന്നാൽ അംഗങ്ങൾക്ക് പീഡനം അഥവാ അവയവങ്ങൾക്ക് വേദന അല്ലെങ്കിൽ പരിക്ക് എന്നിവയൊക്കെയാണ്. പഞ്ചമ എന്നാൽ അഞ്ചാം വയസ്സിൽ അഗ്നി മൂലമുള്ള ഭയം ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നു. 12ാം വയസ്സിൽ ഈ കാര്യങ്ങൾ വീണ്ടും പുനഃ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കാം. അതായത് അഗ്നിഭയം തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും അനുഭവപ്പെടാം. ഇനി നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തെ വയസ്സിൽ കുംഭക്കൂറുകാർക്ക് ഏതെങ്കിലും അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക, 5ാം വയസ്സിൽ അഗ്നിഭയം ഉണ്ടാകുക, 12ാം വയസ്സിൽ വീണ്ടും അഗ്നിഭയം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇവയൊക്കെ ആചാര്യന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി യൗവനകാലത്തെ പരമായുസ്സും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. അഷ്ടവിംശമിതേ വർഷേ വ്യാളാദ്വാജലഭീതയഃ ശൗരസ്യഭ്യ ഗതന്മായു വർഷാണാം നവതി ധ്രുവം. അഷ്ടവിംശതിമിതേ എന്നാൽ 28ാമത്തെ വയസ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാമ്പിൽ നിന്ന് അഥവാ ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് അഥവാ വെള്ളത്തിൽ നിന്ന്, ജലം മൂലം ഭയങ്ങൾ ഉണ്ടാകുക, കള്ളന്മാർ മൂലം പ്രശ്നങ്ങളും ഭയങ്ങളും ഉണ്ടാകുക, ഇവയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വയസ്സുകളിലൊക്കെ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കുക എന്നാണ് സൂചന. ആയുസ്സിന്റെ പരിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗതമായു വർഷാണാം നവതി എന്നാണ്. അതായത് 90 വർഷം, അതായത് 90 വയസ്സ് വരെ. ധ്രുവം എന്ന് ആചാര്യൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് ഉറപ്പായും എന്നാണ് സൂചന. അതായത് ചന്ദ്രനെ ശുഭഗ്രഹങ്ങൾ നോക്കുന്ന പക്ഷം കുംഭക്കൂറുകാർക്ക് 90 വയസ്സ് വരെ ആയുസ്സുണ്ടാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 28ാം വയസ്സിൽ സർപ്പഭയം, ജലഭയം അഥവാ ചോരഭയം അഥവാ കള്ളന്മാരിൽ നിന്നുള്ള ഭയം, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാമെന്ന് ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. കുംഭത്തിലെ ചന്ദ്രൻ ശുഭദൃഷ്ടനാണ് എങ്കിൽ ഏകദേശം 90 വയസ്സ് കഴിയുന്നത് വരെ ദീർഘായുസ് ഉണ്ടാകും എന്നും പറയുന്നു. ഇനി മരണസമയത്തിന്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് ഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത് പ്രതിപാദിക്കാം. പക്ഷേ ഭാദ്രേ കൃഷ്ണ ചതുർദശ്യാം ശനിവാരണേ സംയുതഃ ഭരണീഭേ സോമയുക്തഃ നിധനം ഭവതി നിശ്ചിതം കുംഭചന്ദ്രേ യഥാ ജന്മ ഏവമുക്തം ഭൃഗോ ഋഷി. അതായത് ഭാദ്ര എന്നാൽ ഭാദ്രപദ മാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം, ശനിയാഴ്ചയും യോജിച്ചു വരുന്ന ദിവസം, ഭരണി നക്ഷത്രവും ചേരുന്ന സമയത്ത് മരണം സംഭവിക്കുന്നു എന്നാണ്. അതോടൊപ്പം കുംഭം രാശിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. കുംഭം രാശി സമയം വരുന്ന ഘട്ടമാകാം. ഇപ്രകാരം എപ്പോഴാണോ സംഭവിക്കുന്നത്, അതായത് പരമായുസ്സിന് ശേഷം അഥവാ 90 വയസ്സിന് ശേഷം ആയുസ് പൂർത്തിയാകുന്നു എന്ന് ഭൃഗു മഹർഷി പറയുന്നു. ഏകദേശം 90 വയസ്സ് കഴിയുന്ന സമയത്ത് ഭാദ്രപദ മാസത്തിൽ അഥവാ 90 വയസ്സിനോട് അടുക്കുന്ന സമയത്ത് ഭാദ്രപദ മാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസവും ശനിയാഴ്ച ദിവസവും ഭരണി നക്ഷത്രവും ഇവയൊക്കെ യോജിക്കുന്ന സമയത്ത് മരണം സംഭവിക്കും എന്ന് പറയുന്നു. ഇനി ജാതകാഭരണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് അറിവിലേക്കായിട്ട് പ്രതിപാദിക്കാം. വാമഹസ്തേ ഭവേത് ലക്ഷ്മപീഡ പ്രഥമ വത്സരേ. വാമഹസ്തേ എന്നാൽ ഇടത് കൈയാണ്. ഇടത് കൈയിൽ ഒരു അടയാളമോ പാടോ ഉണ്ടാകുക, അതിന് സാഹചര്യം ഉണ്ടാകുക എന്നർത്ഥം. അതോടൊപ്പം തന്നെ രോഗക്ലേശങ്ങൾ ഉണ്ടാകാം, അതായത് 1ാം വയസ്സിൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുംഭക്കൂറിൽ ജനിച്ച ജാതകരുടെ 1ാമത്തെ വയസ്സിൽ
ഇടത് കൈയിൽ ഒരു പ്രത്യേക അടയാളങ്ങൾ ഉണ്ടാകാം, അഥവാ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയ അടയാളങ്ങൾ ഉണ്ടാകാം. അതല്ല എങ്കിൽ രോഗക്ലേശം ഉണ്ടാകാം. ഇനി ബാല്യ യൗവന കാലങ്ങൾ എന്തൊക്കെയാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. പഞ്ചമേ അഗ്നിഭയം വിദ്യാ തഥാ ദ്വാദശ വത്സരേ വ്യാളാദ്വാ ജലേഭീതിർ അഷ്ടവിംശതിന്മേ ക്ഷതിഹി. പഞ്ചമി എന്നാൽ 5-ാം വയസ്സിൽ തീ മൂലമുള്ള ഭയം. അതുപോലെ തന്നെ 12-ാം വയസ്സിൽ പാമ്പിൽ നിന്നോ അഥവാ ജലത്തിൽ നിന്നോ ക്ലേശം അഥവാ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ 5-ാം വയസ്സിലും 12-ാം വയസ്സിലും കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്, അഥവാ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 28-ാം വയസ്സിൽ സർപ്പം മൂലമോ അതായത് പാമ്പ് മൂലമോ ജലം മൂലമോ ക്ലേശമോ അപകടമോ സംഭവിക്കാനുള്ള സാധ്യതയും ആചാര്യൻ സൂചിപ്പിക്കുന്നു. ഇനി പരമായുസ്സും മരണതിഥിയും പറഞ്ഞിട്ടുള്ളത് നോക്കാം. ചൗരേഭ്യശ്ച ഭവേദായുർ വർഷാണാം നവതി ധ്രുവം ഭാദ്രമാസേ അസിതേ പക്ഷേ ചതുർദശ്യാം ശനിവാസര. ചൗരഭ്യ എന്നാൽ കള്ളന്മാരിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയുസ്സിന്റെ കാര്യം പറയുന്നത് നവതിഹി എന്നാണ്, അതായത് 90 വയസ്സ് വരെ. തീർച്ചയായിട്ടും ചന്ദ്രനെ ശുഭഗ്രഹങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആയുസ് ഉണ്ടാകുമെന്നാണ്. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ചതുർദശി തിഥിയിൽ ശനിയാഴ്ച ദിവസം ചന്ദ്രഹൃത മരണം ഉണ്ടാകാം എന്ന് പറയുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഗ്രന്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചോരഭയം അഥവാ കള്ളന്മാരിൽ നിന്നുള്ള ഭയത്തിനും സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പരമായുസ് 90 വർഷമാണ് എന്നും പറയുന്നു. ഇപ്രകാരം പരമായുസ് ലഭിക്കുന്നവർക്ക് ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസം ശനിയാഴ്ചയും ചേരുന്ന ദിവസം ആയുസ് പൂർത്തിയാകും എന്നാണ് പറയുന്നത്. ഇനി ഉപസംഹാരമായി പറഞ്ഞിട്ടുള്ളതും കൂടെ പറയാം. ഭരണി നാമ നക്ഷത്രേ ഗ്രഹണന്തി മരണം നൃണ ഏവമുക്തം മുനിശ്രേഷ്ഠേ ചന്ദ്രേ ജന്മനി കുംഭകേ. അതായത് ഭരണി നക്ഷത്രത്തിൽ കുംഭക്കൂറുകാരുടെ മരണം പറയുന്നു. കുംഭം രാശി സമയത്ത് ഇപ്രകാരം മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞിരിക്കുന്നു. ഭരണി നക്ഷത്രവും അനുബന്ധ ഗ്രഹനിലകളും പറഞ്ഞ പ്രകാരം യോജിക്കുന്ന സമയത്ത് ആയുസ് പൂർത്തിയാകുന്നു എന്നർത്ഥം. ഭൃഗുസംഹിതയും ജാതകാഭരണവും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പ്രവചിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ജ്യോതിഷ പാരമ്പര്യത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള രേഖകൾ തന്നെയാണ്. ബാല്യകാലം മുതൽ വാർദ്ധക്യം വരെയുള്ള പ്രത്യേക കാലഘട്ടങ്ങൾ, ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ സൂചനകൾ, ആ കാലത്ത് മഹർഷി വര്യന്മാരുടെ നിരീക്ഷണത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഇവയ്ക്കൊക്കെ നല്ല പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. എന്നിരുന്നാലും ഇവയൊക്കെ ഭാവിയെക്കുറിച്ചുള്ള ഭയമായിട്ടുള്ള ചിന്തകൾ കൂടാതെ തന്നെ ഇതിന്റെ ചരിത്രപരവും ആത്മീയപരവുമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഇവയൊക്കെ ജീവിതത്തിൽ ജാഗ്രതയും സൽപ്രവൃത്തിയും ആത്മവിശ്വാസവും ധാർമ്മിക ജീവിതത്തിന്റെ പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഏത് സാഹചര്യങ്ങളെയും വിജയകരമായി അതിജീവിക്കാൻ നമുക്ക് സാധിക്കും, കുംഭക്കൂറുകാർക്ക് സാധിക്കും എന്ന് ഉറപ്പ് പറയുന്നു. കുംഭക്കൂറുകാരും അവരുടെ രക്ഷകർത്താക്കളും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ശ്രദ്ധ ചെലുത്തുക. ജീവിതത്തിൽ അതുകൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാകും. എല്ലാ കുംഭക്കൂറുകാർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.